ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന ചില ചിട്ടകളെ പറ്റിയാണ്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ ജീവിതശൈലി രോഗങ്ങളൊന്നും അധികവും വരാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കിടന്ന് എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ടുന്നതാണ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ രാവിലെ ഉറക്ക് കഴിഞ്ഞ് എണീക്കുമ്പോൾ നമ്മൾ വലതുവശം തിരിഞ്ഞെണീക്കണം. വലതുവശം തിരിഞ്ഞ് ഉറക്ക് കഴിഞ്ഞാൽ വലതുവശം ഇങ്ങനെ തിരിഞ്ഞിട്ട് എണീറ്റ് നേരെ ഇങ്ങനെ ഇരുന്ന് ഒന്ന് കയ്യും ഇതെല്ലാം നല്ലവണ്ണം തിരുമ്പി ഒന്ന് ഫ്രഷാണ്. കൈ നല്ലവണ്ണം തിരുമ്പുക. എന്നിട്ട് നമ്മളെ മുഖമൊന്ന് തടവുക. അത് ഒരു എക്സസൈസ് തന്നെയാണിത്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഈ കിടക്കയിൽ തന്നെ ഇരിക്കണം. അപ്പാട് പെട്ടെന്ന് എണീറ്റങ്ങ് പോകും. ഓരോരുത്തർ ഒരു അത്യാവശ്യമെങ്കിൽ രാവിലെ അപ്പാട് ഇവിടുന്ന് കിടക്കയിൽ നിന്ന് പെട്ടെന്ന് എണീറ്റ് അങ്ങ് പോകും. അങ്ങനെ പോകാറിരിക്കലും. നമ്മൾ കിടക്കയിൽ എണീറ്റ് ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നമ്മളെ ഈശ്വരനെ പ്രാർത്ഥിക്കുക. അങ്ങനെ നല്ല ആരോഗ്യമെല്ലാം ഉണ്ടാകണമെന്നുള്ളത് ഒന്ന് ചിരിച്ച് അങ്ങനെ കുറച്ച് നേരം നമ്മൾ കിടക്കയിൽ എണീറ്റിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്ര നേരം ഇങ്ങനെ ലെവലായിട്ട് കിടന്ന് രക്തം നേരെ ഇങ്ങനെ ഒരേ ലെവലിലൂടെ പെട്ടെന്ന് നമ്മൾ എണീക്കുമ്പോൾ ആ രക്തത്തിൻ്റെ പ്രഷർ വരും. അത് മാറേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മാറ്റം വരുന്നില്ല. നമ്മൾ എത്ര നേരം കുറേ മണിക്കൂർ കിടന്നുറങ്ങിയതല്ലേ, അതിന് ശേഷം നമ്മൾ എണീക്കുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു രക്തം ഒരു പമ്പിയും ചിലയാൾക്ക് പെട്ടെന്ന് എണീറ്റ് പോകുമ്പോൾ ഒരു തലകറക്കം അങ്ങനെയെല്ലാം വരും. അതിന് വേണ്ടിയിട്ടാണ് എണീറ്റാകുമ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം നമ്മൾ കൈമിൽ പ്രാർത്ഥിക്കുക. കൈനെ ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കുക നമ്മളെ വിശ്വാസം അനുസരിച്ചിട്ട്. അല്ലെങ്കിൽ ഒരു മന്ത്രമുണ്ട്. കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ, പ്രഭാതേ കരദർശനം, സമുദ്രവസനേ ദേവി, പർവ്വതസ്തനമണ്ഡലേ, വിഷ്ണുമത്നീ നമസ്തുഭ്യം, പാദസ്പർശം ക്ഷമേ ക്ഷമേ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തൊഴുത് ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ നിലത്ത് തൊട്ട് ഇങ്ങനെ നെറ്റിക്ക് വെക്കുക. നമ്മളെ കാല് എന്നിട്ട് ഇതിൽ വെക്കാവും. ഇത് എത്രയാൾ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. എന്നിട്ട് അങ്ങനെയാണ് നമ്മളെല്ലാം പഠിപ്പിച്ചത്. ഇങ്ങനെ ഭൂമി തൊടാവുന്നതാണ് ദൈവത്തോട് ഒരു പ്രാർത്ഥന. അതെന്ന് വെച്ചാൽ നമ്മളെ ശരീരം ഇതുമായിട്ട് കുറേ നേരം ഭൂമിയിൽ തട്ടാൻ നിൽക്കുന്നതല്ലേ അന്നേരം. അതുകൊണ്ട് ആദ്യം തൊട്ട് ബന്ധിച്ചിട്ട് വേണം എണീക്കെന്നാണ് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഇരുന്നിട്ട് നമ്മൾ കൈ തമാമിൽ ഇങ്ങനെ ഉരച്ച് ചൂടാക്കുക. ഒന്ന് ഇങ്ങനെ തിരുമ്പുകയോ എല്ലാം ചെയ്യുക. പിന്നെ കൈയിൻ്റെ അടിയിലെല്ലാം ഒന്ന് ഒരു ഉറക്ക് തെളിഞ്ഞ് കുറച്ച് നേരം കിടക്കുക നമ്മൾ ഇരിക്കണം. ഇങ്ങനെയെല്ലാം ചെയ്യുക. അന്നേരം നമ്മളെ രക്ത ഓട്ടയിൽ ഒരു ലെവലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ പൊതുവേ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കയ്യെല്ലാം ഇങ്ങനെ ചൂടാക്കുക. ഇതെല്ലാം ഒരു എക്സസൈസ് തന്നെയാണ്. എന്നിട്ട് മുഖയിലൊന്ന് നല്ലോണം തുടങ്ങിയിട്ട് പോയിട്ട് മെല്ലെ എണീറ്റ് പോവുക. എന്നിട്ട് പല്ലെല്ലാം തേച്ച് മുഖമെല്ലാം കഴുകി ബാത്റൂമെല്ലാം പോയി വന്നിട്ട് നമ്മൾ പ്രഭാത കൃത്യം കഴിഞ്ഞത് കുറച്ച് 2 ഗ്ലാസ്സോ 1 ഗ്ലാസ്സോ ഇളം ചൂടുവെള്ളം കുടിക്കുക. എന്നിട്ടാണ് നമ്മൾ പ്രഭാതത്തിലുള്ള വേറെയുള്ള എന്തെങ്കിലും പണി നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എക്സസൈസോ യോഗയോ കുറച്ച് രാവിലെ എണീറ്റ് 5 മണിക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ അപ്പോഴും രാവിലെ തന്നെ എക്സസൈസ് അങ്ങ് ചെയ്യും. പിന്നെ ഇത് എല്ലാവർക്കും അറിയുമായിരിക്കും. ഈ അറിയാത്ത ചില കുട്ടികളില്ലേ, പെട്ടെന്ന് അങ്ങനെ എണീറ്റ് പോയാലാണ് ചിലപ്പോൾ ഈ പ്രഷറെല്ലാം അങ്ങനെ ഇടിഞ്ഞു കെട്ടി വീണ് ഓരോരുത്തരെല്ലാം പെട്ടെന്ന് ഇതായി പോകുന്നുണ്ട്. അങ്ങനത്തെ ഒന്ന് അറിവ് എല്ലാവരും അറിയുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളിത് ചെയ്യുന്നതാണ്. നമുക്കങ്ങനെ വലിയ രോഗമൊന്നും ഉണ്ടാവില്ല. നമുക്ക് 60 വയസ്സെല്ലാം കഴിഞ്ഞ്. പക്ഷേ ഇപ്പോൾ ഒരു ഡോക്ടർക്ക് അങ്ങനെ ഇതുവരെ പോക്കില്ല. ഞാനിതെല്ലാം എപ്പോഴും ചെയ്യുന്നു. രാവിലെ എക്സസൈസ് ചെയ്യും, യോഗ ചെയ്യും, ശ്വാസം എല്ലാം ചെയ്യും. എന്നാൽ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ഇടുക.